ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് പുതിയതായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഇത് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാരറ്റ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, ഒരു കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, അതല്ല. നിങ്ങൾക്ക് മുമ്പോട്ടേക്കുള്ള ഒരു വഴികാട്ടിയാണ്. കുറേയൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി സൊല്യൂഷൻസ് എടുക്കാനും, റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലത്തിലായവർക്കൊക്കെ അതിനുള്ളൊരു സൊല്യൂഷൻ എടുത്തത് നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനും, നിങ്ങളുടെ ലൈഫ് പർപ്പസ് അറിയാനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് എങ്കിൽ അതും അതിനൊരു തക്കതായിട്ടുള്ളൊരു കാരണവും അതിന് പിന്നിൽ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അല്ലാതെ അവർ നിങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ, അതല്ല നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, ബട്ട് എൻ്റെ റീഡിങ്ങിൽ നമ്മൾ അതെല്ലാം കാണുമ്പോൾ അതെല്ലാം പറയും ചെയ്യും. ഞാൻ റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഓഫ് റീഡിങ്ങും ചെയ്യുന്നതാണ്. പാസ്റ്റ് ലൈഫ് ആൻഡ് നമ്മളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ് എല്ലാം. ഓക്കെ, ഫിനാൻസ് എല്ലാം. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവരുടെ എനർജി നമുക്കിതിൽ വരും. ആൻഡ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത്, അകന്നു മാറിപ്പോകുന്നത്? പേഴ്സൻ്റെ പേര് മനസ്സിലേക്ക് വിചാരിക്കുക നന്നായിട്ട്. നോക്കണ്ട. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ സ്റ്റാറാണ് ഈ ഒരു പേഴ്സൺ. സ്റ്റാർ ആണ് എന്നല്ല, ചിലവർക്കൊക്കെ സ്റ്റാർ ആയിരുന്നു ഈ ഒരു പേഴ്സൺ എന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ എനർജി. ഫുൾഫിൽമെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് ഫുൾഫിൽമെൻറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ്. നിങ്ങൾ രണ്ട് കണക്ഷനും എന്താ പറയുക കൂടിച്ചേർന്നിട്ടുള്ളത് ഒരിക്കലും എന്താ പറയുക ഒരു ബ്യൂട്ടി നോക്കിയിട്ടല്ല. ഓക്കെ, നിങ്ങളുടേത് ഒരു സോൾ ടു സോൾ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ബ്യൂട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഫിസിക്കലി ഉള്ളൊരു ഭംഗിയോ കാര്യങ്ങളോ അത് ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും ചിലവർക്ക്, ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത്തരത്തിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഇവിടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും വന്നിട്ടുള്ളത് സോൾ ടു സോൾ കണക്ഷനാണ്. ഒരിക്കലും ഫിനാൻസ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ ഭംഗിയുള്ള ഒരു സ്റ്റാറ്റസുകളൊന്നും തന്നെ കണ്ടിട്ടല്ല എന്നാണ് ഇവിടെ നിന്ന് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വ്യക്തിയിൽ സൊസൈറ്റി പരമായിട്ട് നോക്കുമ്പോൾ, ഒരു സോഷ്യലൈസ് ആയിട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരിക്കലും തമ്മിൽ ചേരാൻ പാടില്ലാത്ത ടൈപ്പ് ഓഫ് ബന്ധം എന്ന് പുറമേ ഉള്ളവർ അറിഞ്ഞാൽ പറയുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഒരു ലേഡി ഗോഡസ്, അതിൻ്റെ എനർജി നന്നായിട്ട് എനിക്കിവിടെ വരുന്നുണ്ട്. ഫെമിനൈൻ എനർജി എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ലേഡി ഗോഡസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ദേവിയുടെ എനർജിയോ എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലും വന്നിരുന്നത്. ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ലേഡി ഗോഡസ് എന്നുള്ളൊരു എനർജി വരുന്നുണ്ട്. കണ്ടില്ലേ, ഫെമിനൈൻ എനർജിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം, മാതാവിൻ്റെ എനർജി, അങ്ങനെ ഒരു എനർജി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും എനിക്ക് സ്ത്രീകളുടെ എനർജി കൂടുതലും കിട്ടുന്നുണ്ട്. നിങ്ങളെ അവർ അത്തരത്തിലായിരുന്നു
മുൻപൊക്കെ കണ്ടിരുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കാണുന്നില്ല എന്നല്ല, ബട്ട് എന്താ പറയുക, നല്ലൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്ന ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. എനിക്കെല്ലാം പാസ്റ്റ് ടെൻസാണ് കേട്ടോ വരുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് എന്താ പറയുക തടസ്സങ്ങളായിട്ട് കാണുന്നുണ്ട്, ബ്ലോക്കേജസുകൾ. ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ് ആയിട്ടല്ല ഇവിടെ കാണുന്നത്. കാരണം എനിക്ക് എനർജി കിട്ടുന്നത് പാസ്റ്റ് ടെൻസ് എന്നുള്ള രീതിയിലേക്കാണ്. ഓക്കെ, സോ ഇവിടെ ഈ പേഴ്സൺ ആദ്യമെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചാറ്റിലൂടെ ആണെങ്കിലും എന്താ പറയുക, ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 9-10 മണിക്കൂറോളം അല്ലെങ്കിൽ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ഭയങ്കര വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എത്ര സമയം ചിലവിട്ടാലും നിങ്ങൾ രണ്ടുപേരും സമയം പോണതേ അറിയില്ലാത്തൊരു ടൈപ്പ് ഓഫ് എനർജി. അത്രയും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഓക്കെ, അത് പതിയെ കുറയാനായിട്ട് തുടങ്ങി. ആദ്യമെല്ലാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും, ഒരു മൊട്ടുസൂചി താഴെ വീണു, താഴെ കുനിഞ്ഞെടുത്തു, ഞാൻ അയാൾക്ക് കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഒരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്തിരുന്ന ഒരു വ്യക്തി, നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, അങ്ങനെയുള്ളൊരു ആൾക്കാരായിരുന്നു നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പോസിറ്റ് എനർജി അവിടെ കാണുന്നുണ്ട്. അടുക്കാനായിട്ട് ശ്രമിക്കും തോറും എന്തൊക്കെയോ കാരണം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കാനായിട്ട് ശ്രമിക്കും തോറും മിന്നലടിച്ച പോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അകന്നു പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ, എനർജി എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പോൾ ആ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സ്ത്രീകളുടെ മാത്രം എനർജി അല്ല കേട്ടോ, പുരുഷന്മാരുടെയും എനർജി നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരുടെ എനർജി ഇതിൽ ഈക്വലാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു പൊടിക്ക് സ്ത്രീകളുടെ എനർജി കൂടുതലുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ആ ഒരു പേഴ്സൻ്റെ അടുത്ത് എങ്ങനെ ആദ്യമെല്ലാം ചോദിച്ചിരുന്നപ്പോൾ അയാൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവർ ഫേക്കായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു ചെറിയ കള്ളത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചതിനെ തുടർന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ചിലരുടെ കേസസുകളിൽ. ഓക്കെ, ചിലരുടെയിൽ കാണുന്നത് നിങ്ങളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ചെറിയ കാര്യങ്ങളായിരിക്കും. എൻ്റെ ഫോൺ എടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്തിപ്പോൾ വേഗം വെക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ ബിസി ആയിരുന്നല്ലോ, അങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഭയങ്കരമായിട്ട് കൺട്രോളിങ് വെക്കുന്ന മാതിരി ഉള്ളൊരു ടൈപ്പ് എനർജി, അവരാരോടും മിണ്ടിക്കൂടെ എന്നുള്ളൊരു ആവശ്യമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിങ്, അതായത് ചോദ്യങ്ങൾ അവർക്ക് അത്രയ്ക്കും പിടിക്കുന്നില്ല കുറേ കാര്യങ്ങളിലെ എന്നുള്ള അവരെന്തോ ഭയങ്കരമായിട്ട് നിങ്ങൾ സംശയിച്ച്, പലർക്കും സംശയങ്ങളുണ്ട് കേട്ടോ. നിങ്ങളെന്ന വ്യക്തികളിൽ ഒരുപാട് അവരെ ട്രസ്റ്റ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യമില്ലാത്ത തോട്ട്സുകളൊക്കെ നിങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന വർത്തമാനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ അവർ അകന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അവർ എന്താ പറയുക, ഇത് വേണ്ട എന്നുള്ള രീതിക്കല്ല നിൽക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വൈബ്രേഷൻ നെഗറ്റീവായിട്ട് അടിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇവിടെ മെയിനായിട്ട് എനിക്ക് കിട്ടുന്നത് തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളറിയാതെ അല്ലെങ്കിൽ പലർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അറിയുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. അതിൻ്റെ മൂലം കൂടി ഇവിടെ ഒരു ഡിസ്റ്റൻസ് അയാൾ കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ
ഈ രണ്ട് കാര്യം എനിക്ക് മെയിനായിട്ട് എനർജിയിൽ വരുന്നുണ്ട് നന്നായിട്ട് തന്നെ. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവിടെ നിന്നാണ് ഒരുപാട് നിങ്ങൾ അറിഞ്ഞതിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഞാൻ പറഞ്ഞു അറിഞ്ഞ ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അറിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ടോട്ടലി ഉള്ളൊരു ആ ഒരു നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മ്യൂസിക്കിൽ വെറുതെ സ്ക്രാച്ച് വീണ്, നമ്മൾ CD ഒക്കെ പണ്ടിട്ട് കേൾക്കൂല, അപ്പോൾ സ്ക്രാച്ച് വീഴുമ്പോൾ ഒരു മാതിരി ആയിരിക്കില്ലേ, അതുപോലെ ആയിപ്പോയ പോലത്തെ ഒരു അവസ്ഥ. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ആ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറി നിൽക്കുന്നുണ്ടായിരിക്കും. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇന്നലെ എന്താ പറയുക നന്നായിട്ട് നിന്ന വ്യക്തിയാണോ ഇന്ന് ഇദ്ദേഹം എന്ന് നമ്മൾ വിചാരിച്ചു പോകും. ആവശ്യമില്ലാത്ത ഒരുപാട് തോട്ട്സുകൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കെന്ന് പറഞ്ഞത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഏറ്റവും ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ഫുൾഫിൽമെൻ്റ് ആണ്, ഹാപ്പിനെസ് ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്കും തിരികെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു നിങ്ങളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ്, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ടൈം കണ്ട് നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് കുനിഷ്ഠ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ആ ഒരു വ്യക്തിയിൽ. അങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേഷൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, ചില സിറ്റുവേഷനിൽ ചിലവർ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു അവസ്ഥ അതും കൂടി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു സമയത്ത് നിങ്ങളെന്ന വ്യക്തി വളരെയധികം ഒരു ഡിവൈൻ പവറുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ടിരുന്നതാണ് എന്നും കൂടെ ഇവിടെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ തെറ്റുകൾ രണ്ട് പേരുടെ കയ്യിലും കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു എനർജി കിട്ടുന്ന എനർജീസ് ഞാൻ പറയുന്നതാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഇമാജിനേഷൻ, ആവശ്യമില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള നിങ്ങൾ ഭയന്ന് ഒരുപാട് ഇമാജിനേഷൻ കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി നമ്മളെ വിട്ടിട്ട് പോകുമോ, ആ വ്യക്തി വേറെ ആൾക്കാരുമായിട്ട് എന്താ പറയുക സ്നേഹത്തിലാകുമോ എന്നുള്ള ഒരുപാട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡീപ്പ് ഓൾഡ് കണക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ആത്മാക്കളാണ്, സോൾസുകളാണ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, ഒരുപാട് ഡയലോഗ്സുകളിൽ നിങ്ങൾ അടിക്കുന്നുണ്ട്. നിങ്ങളെന്നെ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക്, കുറേ പേർക്ക് ഇതിൽ എന്താ പറയുക 0.5% നമുക്കിവിടെ കാണുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ആവശ്യമില്ലാത്ത ഇമാജിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് ഒരു 3 to 4% എനിക്കിവിടെ കാണുന്നുള്ളൂ തേർഡ് പാർട്ടി ഇഷ്യൂ നന്നായിട്ട് തന്നെ ഉണ്ട് താനും. ഓക്കെ, അതിലേറെക്കുറെ നിങ്ങളിൽ അയാൾ ആ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടു പോകാൻ തയ്യാറാണെങ്കിൽ പോലും നിങ്ങളുടെ കുനിഷ്ഠ ക്വസ്റ്റ്യൻസിനാണ് അവർക്ക് ഭയങ്കരമായിട്ട് കൺസീൽമെൻറ്റ്. പലരും നിങ്ങളുടെ പേഴ്സൺസ് പല കാര്യങ്ങളും ഇവിടെ മറയ്ക്കുന്നുണ്ട് എന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. മാസ്കുലിൻ എനർജി കുറച്ച് ഈഗോ പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജിയിൽ എനിക്ക് വരുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ക്യാൻഡിൽ ഞാൻ ഇവിടെ കാർഡ്സ് മാത്രമല്ല, ഞാൻ കാർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല അവിടെ റീഡിങ് തരുന്നത്. ഇവിടെ ഈ ക്യാൻഡിലിന് പോലും അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളൊരു സെപ്പറേഷൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഈ ഒരു ഇതിൽ ആ നൂല് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് വശത്തേക്ക്. സോ ഓപ്പോസിറ്റ് എനർജി ആണെന്ന് നമുക്ക് ആദ്യം തന്നെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. എന്താണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ടോ, ഇവിടെ കാണിക്കുന്നുണ്ട് എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ കുറച്ച് പേർക്കെങ്കിലും തേർഡ് പാർട്ടീൻ്റെ കാര്യത്തിലാണ്
ഒളിക്കുന്നത്, അതെന്താണ് തേർഡ് പാർട്ടി ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ആ തേർഡ് പാർട്ടി എന്നും കൂടെ അവരുടെ തേർഡ് പാർട്ടി കണക്ഷൻ എന്നും കൂടി എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു എനർജി, ഇൻഡ്യൂഷൻ, ആരോ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇമാജിനേഷൻ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് ഇമാജിൻ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സത്യാവസ്ഥയെ അറിയാൻ ശ്രമിക്കാം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലൂടെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും എന്താണ് അവർ ഒളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലെയാണോ ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഇപ്പോൾ ഉണ്ടോ നിങ്ങൾ അറിയാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കണക്റ്റഡായിട്ട് ഒരുമിച്ച് കണക്റ്റഡായിട്ട് വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.